ഹലോ ഗൈസ്, കാലത്ത് 6 മണിക്ക് കണ്ടിട്ട് ഞങ്ങൾ ഈ പോണത് പഠിക്കാന്നറിയോ നെടുങ്കയം ഫോറസ്റ്റ് വിസിറ്റിനാണ്. ഞങ്ങളുടെ ഒരു സിലബസിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ ഒരു വിസിറ്റ്. ഞങ്ങൾ അങ്ങാടിപ്പുറത്തേക്ക് ബസ്സിൽ പോയി കഷ്ടി മുഷ്ടി സീറ്റൊന്നും ഇല്ലാണ്ട് നിന്നിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമുക്ക് നിലമ്പൂർക്കുള്ള ട്രെയിൻ പിടിക്കണം. ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുള്ള ഒരു കാര്യം, ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലായാലും നിലമ്പൂരത്തെ റെയിൽവേ സ്റ്റേഷനിലായാലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നല്ലൊരു കാര്യമല്ലേ ഇത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി, എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് കളിച്ച് എല്ലാം ചെയ്ത് ഞങ്ങൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. ഭക്ഷണം കഴിക്കാണ്ട് ഒരു രക്ഷയില്ല, ഒരു കോംപ്രമൈസും ഇല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ വെയിൽ. അങ്ങനെ മുട്ട റോസ്റ്റും അപ്പവും അകത്താക്കി ഞങ്ങളിത് ഓട്ടോ ടാക്സിയിൽ കയറി. ആകെ 8 പേരാണ് ഓട്ടോ ടാക്സിയിൽ കയറിയത്. 8 പേർ തന്നെ ധാരാളം. അത് വേറെ ഒന്നല്ല, ഷെയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പൈസ കൊടുത്താൽ മതിയല്ലോ, അതുകൊണ്ടാണ് എന്തായാലും. അങ്ങനെ അവിടുത്തെ ഫോറസ്റ്റിലെ സാറിൻ്റെ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഞങ്ങൾ പുറത്തത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ പോയ വഴിയൊക്കെ അടിപൊളിയായിരുന്നു. അത് പോയത് ഞങ്ങളുടെ HOD, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, വേറൊരു മിസ്സും കൂടെ ഉണ്ട്, പിന്നാലെ വരുന്നുണ്ട്. കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഈ സാർ എന്ന് പറയുന്നത് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി. ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് അവരുടെ ഒരു വാസസ്ഥലം. ഇപ്പോഴും ഗുഹകളിലും മലകളിലൊക്കെ താമസിക്കുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ചോലനായിക്കൻ. അപ്പോൾ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് നമ്മൾ നേരത്തെ കണ്ട സാറ്. ആ സാറ് മാത്രമാണ് അവരുടെ ഇടയിൽ നിന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വിദേശ രാജ്യങ്ങളൊക്കെ പോയി പേപ്പർ പ്രസൻറ്റേഷനും റിസർച്ചൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്, സാറാണ്. ഇത് അവരുടെ പൂർവികരാണ്, അവരുടെ കമ്മ്യൂണിറ്റിയിലെ പൂർവികരാണ്. പിന്നെ ഇതാണ് കരിമ്പുഴ. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് അപകട സാധ്യതയുള്ള ഏരിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങൾ. അപ്പോൾ കയത്തിലും അതിലൊന്നും ഇറങ്ങരുതെന്നൊക്കെ വൃത്തിയായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പാലിക്കണമല്ലോ. പോകുന്ന ഏരിയയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചുറ്റും മരങ്ങളൊക്കെ നിറഞ്ഞ് നല്ല എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഇതാണ് ഡോസൺ ടോംബ്. ഡോസൺ എന്ന് പറയുന്ന ഒരു പുറത്തത്തെ ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നു. ആൾ അവിടെയാണ് താമസിച്ചിരുന്നത് പണ്ട്. ആൾ മരിച്ചപ്പോൾ ആൾ അവിടെ തന്നെ അടക്കണം എന്നായിരുന്നു. അങ്ങനെ ആൾ അവിടെ അടക്കി. ഇതാണ് ആനപ്പന്തി. ആനകളൊക്കെ തളയ്ക്കാനായിട്ട് ഇരുത്തുന്ന സ്ഥലമാണ്. പിന്നെ ഈ വരുന്നതാണ് നമ്മുടെ 3 ടീച്ചേഴ്സ്, HOD, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, പിന്നെ ഞങ്ങളുടെ വേറെ സബ്ജക്റ്റ് എടുക്കുന്ന മിസ്സാണ്. 3 പേരും അടിപൊളിയാണ്. വളരെ ചെറുപ്പക്കാരായതുകൊണ്ട് നല്ല വൈബാണ്. അമ്മനെ നമ്മൾ വഴി വെച്ച് കണ്ടതാണ്. ആൾ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി തന്നു. ലഞ്ച് എന്ന് പറഞ്ഞൊരു ടാസ്ക് ആയിരുന്നു. ഞങ്ങളുടെ പൊറോട്ടയും ചിക്കനൊന്നും മര്യാദയ്ക്ക് തിന്നാൻ പറ്റിയില്ല കുരങ്ങന്മാർ കാരണം. പിന്നെ അതായത് ഇവിടെ ചെറിയൊരു വെള്ളമുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അതിൽ കൂടെയൊക്കെ നടന്ന് കളിച്ച് ചിരിച്ചൊക്കെ ലാസ്റ്റ് ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ ഒടുക്കത്തെ അന്താക്ഷരികളായിരുന്നു. ഞങ്ങളുടെ സൗണ്ട് കാരണം അവിടുത്തെ ആൾക്കാർ ശല്യം എന്ന് പറഞ്ഞ് ഒഴിവാക്കാനത് ഞങ്ങളുടെ ഭാഗ്യം. അങ്ങനെ കിട്ടിയ മോഡേൺ ആയിട്ടുള്ള KSRTC പിടിച്ച് ഞങ്ങൾ കോളേജിലേക്ക് പോവാണ്. ചേട്ടൻ സൺഗ്ലാസ് ഒക്കെ വെച്ച് സീനായിട്ട് വണ്ടി ഓടിക്കണം. ഈ പിള്ളേർ ഞങ്ങൾക്ക് ബസ്സിൽ നിന്ന് കിട്ടിയതാണ്, പരിചയപ്പെട്ടു 2 കുട്ടിപ്പട്ടാളങ്ങളെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.